ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 27ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. പെട്ടെന്ന് അനുപമയുടെ മുൻപിലേക്ക് ഒരു കാർ വളരെ സ്പീഡിൽ വന്ന് നിർത്തി. അവൾ റോഡിന് സൈഡിലേക്കായി അല്പം മാറി നിന്നു. ഡ്രൈവർ ഡോറിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ത്തിയതും കിരൺ അവളെ കണ്ട് മുഖം വളച്ചുകൂട്ടി. അയ്യേ, ഈ നടു റോഡിൽ നിന്ന് ഐസ് കഴിക്കേ, അതും കൊച്ചു കുട്ടികളെപ്പോലെ രണ്ട് കയ്യിലും ഐസ് പിടിച്ചോണ്ട്. അവൻ്റെ മുഖം ഒരുമാതിരി അവസ്ഥയിലായി. അനുപമ ഐസ് കളയണോ അതോ ബാക്കി കൂടി കഴിക്കണോ എന്നറിയാതെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട, കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, കളയുന്നത് ശരിയല്ല. സാറെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പോൾ ഡ്യൂട്ടിയൊന്നുമില്ല, ഫ്രീ ടൈം ആണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ റൂമിലേക്ക് പോന്നത്? അവൾ നിഷ്കളങ്കയായിക്കൊണ്ട് കിരണിനോട് ചോദിച്ചു. അപ്പോൾ വർക്കില്ലെന്നല്ലേ പറഞ്ഞത്? വൈകിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേക്കും നീ പോയി കളയുമെന്ന് ഞാൻ കരുതിയോ? വാ കയറ്. നൈറ്റിലൊരു പ്രോഗ്രാമുണ്ട്, വീഡിയോ ചെയ്യേണ്ടത് നീയാണ്. അവൾ അപ്പോഴും രണ്ട് കൈകളിലും ഐസും പിടിച്ച് നിൽക്കുകയാണ്. സോറി സാറ്, ഈ ഡോറൊന്ന് തുറക്കാവോ? അവളുടെ ചോദ്യം കേട്ട കിരൺ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഐസിലേക്കൊന്ന് നോക്കി. ശേഷം എത്തിപ്പിടിച്ച് ഫ്രണ്ടിലെ ഡോറ് തുറന്നു കൊടുത്തു. താങ്ക് യു സാർ. അവൾ അകത്തേക്ക് കയറിയിരുന്നു. ശേഷം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഐസുകൾ മാറി മാറി നൊട്ടി നുണയാൻ തുടങ്ങി. ഇടയ്ക്കിടെ തൻ്റെ കാറിലേക്ക് ഐസിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ കിരൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്പം കൂടി കഴിഞ്ഞതും തീരാറായ ഐസ് അതിൻ്റെ കോലിൽ നിന്നും വിട്ട് കാറിലേക്ക് അലിഞ്ഞു വീണു. കിരൺ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. തനിക്കെന്താ ഒരു ബോധമില്ലേ? സ്കൂൾ കുട്ടികളെപ്പോലെ ഐസും പിടിച്ചുകൊണ്ട് നടക്കുക. മധുരമുള്ള ഈ സാധനം വണ്ടിയിലാകെ നിറച്ചല്ലോ. അവൻ ഏറെ ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. അനുപമ ആകെ ഭയന്നുപോയി. അവൾ കയ്യിലെ കോലും ഐസും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ചു സമയം കിരൺ കണ്ണടച്ച് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു നീങ്ങി. രാത്രി 8 മണിയോടടുത്തപ്പോൾ അവർ രണ്ടുപേരും പാലക്കാട് ഹോട്ടൽ പ്ലാസ ഇൻ്റർനാഷണലിൽ എത്തിച്ചേർന്നു. കിരൺ പുറത്തേക്കിറങ്ങി നടന്നു. പിന്നാലെ തന്നെ അനുപമയും അയാൾക്കൊപ്പം ഓടിച്ചെന്നു. സാർ, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. കിരൺ അവൾക്ക് നേരെ തിരിഞ്ഞു. ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. വൺ മിസ്റ്റർ റംസാൻ മിശ്ര, എൻ്റെ സുഹൃത്താണ്. ക്രിസ്റ്റിയാണ് എന്നോട് നിന്നെയും കൂട്ടി വരാൻ പറഞ്ഞത്. ഫോട്ടോസ് എല്ലാം നീ എടുത്താൽ മതി. അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും മുന്നോട്ട് നടന്നു. സാർ നിൽക്ക്, ഒരു പാർട്ടിയൊക്കെ നടക്കുവാണെങ്കിൽ സാറ് വരുമ്പോൾ തന്നെ പറയണ്ടേ? ഞാൻ കുറച്ചുകൂടി നല്ല ഡ്രസ്സ് ഇട്ടേനെ. അവൾ സ്വയം അവളെ തന്നെ നോക്കിക്കൊണ്ട് നിരാശയോടെ അവനോട് പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേട്ടതും കിരൺ അവളെയൊന്ന് നോക്കി. ഇതിപ്പോൾ എന്താ കുഴപ്പം? കാണാൻ നല്ലതാണല്ലോ. ഇനിയിപ്പോൾ ഇതിലും നല്ലത് വേണമായിരുന്നോ? അവൻ തിരിഞ്ഞു നടന്ന് അവൾക്കടുത്തേക്ക് തന്നെ വന്നു. എന്തേ, നിനക്ക് ഡ്രസ്സ് മാറണോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഇനിയിപ്പോൾ അത്രയും ദൂരം തിരിച്ചു പോകാൻ പറ്റുമോ? അവൾ ദേഷ്യത്തോടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. ശേഷം അവളെ വലിച്ച് കാറിലേക്ക് കയറ്റി. ആ കാറിൽ അനുപമയെയും കൊണ്ട് കിരൺ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ചെന്നത്. ഞാൻ പറയാത്തതിൻ്റെ പേരിൽ മാഡത്തിനൊരു കുറവ് വരണ്ട. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ. ഡ്രസ്സ് മാറി താഴേക്ക് വന്നാൽ മതി, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ താഴേക്ക് ഇറങ്ങിപ്പോയി. അനുപമ വിശാലമായ ആ വലിയ ഷോപ്പിൻ്റെ നാലുപാടും കണ്ണോടിച്ചു. ശേഷം അവൾക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെ തപ്പിയെടുത്തു. നല്ല ഒരു പാർട്ടി വെയർ ഡ്രസ്സ് തന്നെയായിരുന്നു അത്. അതിൽ അനുപമ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ട്രയൽ റൂമിൽ ചെന്ന് അവൾ ആ ഡ്രസ്സും ധരിച്ച് റെഡിയായി വന്നു. ബാഗിൽ നിന്നും ചീപ്പെടുത്ത് മുടി വൃത്തിയാക്കിയ ശേഷം അവൾ പുറത്തേക്ക് വന്നു. ബില്ലിംഗ് കൗണ്ടറിന് മുൻപിലെത്തിയ അവൾ നാലുപാടും കിരണിനെ തിരഞ്ഞു. ബില്ല് പേ ചെയ്യാൻ അവനെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ബില്ലടയ്ക്കേണ്ടത് താനാണോ? അവൾ സംശയത്തോടെ അവിടെ നിന്നു. അപ്പോഴാണൊരു സെയിൽസ് ഗേൾ അവൾക്കരികിലേക്ക് വന്നത്. മാഡം, ഓക്കെ ആണെങ്കിൽ സാറ് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. അനുപമ വീണ്ടും എന്തോ തിരയുന്നത് കണ്ട ആ പെൺകുട്ടി അവളോടായി പറഞ്ഞു. കിരൺ സാറ് ബില്ല് പേ ചെയ്തിട്ടുണ്ട് മാഡം, മാഡം പോയിക്കോളൂ. അനുപമയ്ക്ക് അത്ഭുതം തോന്നി. അതെങ്ങനെ സംഭവിച്ചു? എങ്കിലും അവളോടൊന്ന് പുഞ്ചിരിച്ച ശേഷം അനു താഴേക്ക് ഇറങ്ങി വന്നു. കാറിലിരുന്ന് അവളെ കാത്തിരുന്ന കിരൺ അനുപമ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു.
പുതിയ ഡ്രസ്സ് മാറി അവൾ താഴേക്കിറങ്ങി വരുമ്പോൾ അവളൊരു രാജകുമാരിയെ പോലെയാണ് കിരണിന് തോന്നിയത്. അവൾ വന്ന് വണ്ടിയിലേക്ക് കയറിയപ്പോൾ അവർ വീണ്ടും ഹോട്ടൽ പ്ലാസയിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ വലിയ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ കയറ്റി വച്ച് കിരണും അനുപമയും മുകളിലത്തെ വലിയ ആ പ്രോഗ്രാം ഹാളിലേക്ക് കയറി ചെന്നു. പാർട്ടി ഹാളിലേക്ക് കയറി വന്ന അവരെ കണ്ടതും റംസാനും ക്രിസ്റ്റിയുമെല്ലാം വന്ന് സ്വീകരിച്ചു. കൂടി നിന്നവരെല്ലാം കിരണിൻ്റെ വിവാഹം കഴിഞ്ഞുവോ എന്ന് പോലും സംശയിച്ചു. പിന്നീടാണ് അനുപമ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. ഓഹോ, ഇവള് ഫോട്ടോഗ്രാഫറായിരുന്നോ? ഞങ്ങൾ കരുതിയത് കിരണിൻ്റെ വിവാഹം കഴിഞ്ഞെന്നാ പലരും അടക്കം പറഞ്ഞു. അപ്പോഴാണ് റംസാനും അനുപമയെ ശ്രദ്ധിച്ചത്. സുന്ദരിയായ ഒരു പെൺകുട്ടി. കിരണിനൊപ്പം അവൾ കയറി വന്നപ്പോൾ പരിചയക്കാരോ വല്ല ഗേൾഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് റംസാനും കരുതിയത്. എന്നാൽ അവൾ കിരണിൻ്റെ ഒരു സ്റ്റാഫ് മാത്രമാണെന്നത് അവനെ അത്ഭുതപ്പെടുത്തി. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടും ഉടൻ തന്നെ വരുന്നതാണ്.